ഇന്ന് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പാരഡി ഗാനമാണ് പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ. ഈ പാരഡി ഗാനം ആരെഴുതിയതാണെങ്കിലും അത് വളരെയേറെ ക്ലിക്കായിട്ടുണ്ട്. കാരണം ഇത്രയും പ്രചാരം നേടിയ ഒരു പാരഡി ഗാനം ഈ അടുത്ത സമയത്തെങ്ങും ഉണ്ടായില്ല. പാരഡി ഗാനം വളരെ ഇഷ്ടമാണ് എനിക്ക്. കാരണം നേരത്തെ ധാരാളം പാരഡി ഗാനങ്ങൾ ഈ ടേപ്പ് റെക്കോർഡറിൽ കാസറ്റിലിട്ട് ഞാൻ കേട്ട് ആസ്വദിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് അത്തരം പാരഡി ഗാനങ്ങൾ വളരെ കുറവാണ്. പാരഡി ഗാനങ്ങൾ എഴുതി പാടി പേരെടുത്ത ചില കലാകാരന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. അത് നാദിർ ഷായും VD രാജപ്പനും അങ്ങനെ ഞാൻ മറന്നുപോയ കുറെ പേരുകാരുമാണ്. ഇതിലേറ്റവും പ്രസിദ്ധനായത് VD രാജപ്പനാണ്. ഈ പാരഡി ഗാനത്തിലൂടെ തന്നെ അദ്ദേഹം കഥാപ്രസംഗം ഉണ്ടാക്കി അനേകം സദസ്സുകളിൽ അദ്ദേഹം കയ്യടി വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു പാരഡി ഗാനമാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്ന പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്നുള്ള ഗാനം. ഈ ഗാനം ചില സ്ത്രീകൾ പോലും പാടുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. ഈ ഗാനത്തിന്റെ പൊരുൾ, പോറ്റി എന്ന പൂജാരി അവിടെ നിന്നും സ്വർണം അടിച്ചു മാറ്റിയിട്ട് അത് ചെമ്പായി എന്ന് പറഞ്ഞതിന്റെ പൊരുളാണ് ഈ ഗാനത്തിന് അടിസ്ഥാനം. ഈ കഴിഞ്ഞ ദിവസം VD സതീശൻ പറയുകയുണ്ടായി, പോറ്റിയെ പറ്റി ഞങ്ങൾ അറിയുന്നത് ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോഴാണെന്ന്. അത് സത്യസന്ധമായ ഒരു വാർത്തയാണെന്ന് എനിക്കും തോന്നുന്നു. കാരണം അദ്ദേഹം കളവ് പറയാനുള്ള ഒരു സാധ്യതയില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവെന്നതിലുപരി ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. ഈ സംഭവം ഞങ്ങൾ ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്, ഞങ്ങൾ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെയും തന്റെ കുടുംബാംഗങ്ങളെയും അല്ല, കോൺഗ്രസുകാരെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം ആ വാചകം പറയുന്നത്. ഇങ്ങനെ ഒരു പോറ്റിയുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോഴാണ്. ആ വാർത്ത ഞാനും വിശ്വസിച്ചു. എന്നാൽ എനിക്ക് സംശയങ്ങളൊന്നുമില്ല. എന്റെ കയ്യിൽ കുറെ ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ മനുഷ്യൻ, ഈ പോറ്റി സാർ, ആദരണീയനായ പോറ്റി സാർ ഇവിടുത്തെ CPM-കാരുടെ വലങ്കൈയാണെന്ന്. ഈ CPM-കാരാണ് അദ്ദേഹത്തെ ഊട്ടി വളർത്തിക്കൊണ്ട് ഇത്രയും വലിയ ഒരു വഷളനാക്കി തീർത്തത്. അദ്ദേഹത്തിന്റെ ചില ചിത്രങ്ങൾ ഞാനിവിടെ കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പോറ്റി സാറിന് CPM-ഉമായിട്ടുള്ള ഗാഢമായ ബന്ധത്തെ കാണിക്കുന്ന ചിത്രങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി VD സതീശൻ സാർ പറഞ്ഞത് 101% ശരിയാണെന്ന്. എനിക്ക് കിട്ടിയ ചിത്രങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഈ ചിത്രം നോക്കൂ. പോറ്റി സാർ പിണറായിയുടെ മകളുമായി നിൽക്കുന്ന ചിത്രമാണ്. പിണറായിയുടെ മകൾ പോറ്റി സാറിന് രക്ഷാബന്ധൻ കെട്ടുന്ന ചിത്രമാണിത്. അതായത് ഹൈന്ദവരുടെ ഇടയിൽ സഹോദരി സഹോദരനോട് കാണിക്കുന്ന ബഹുമാനവും ആദരവിന്റെയും സൂചകമായി കെട്ടുന്ന ഒരു ബന്ധമാണ് രക്ഷാബന്ധൻ. അവർക്ക് മധ്യത്തിൽ നിൽക്കുന്നത് കേരളത്തിലെ സഹകരണ മന്ത്രി ശ്രീ വാസവനാണ്. നിങ്ങൾക്ക് സംശയമില്ലല്ലോ. ഈ ചിത്രത്തിൽ അടുത്ത ചിത്രമാണിത്. ഈ ചിത്രത്തിൽ പോറ്റി സാറിനോടൊപ്പം നിൽക്കുന്നത് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും, ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായ സഖാവ് രാജു ഏബ്രഹാമാണ്. ശബരിമല പത്തനംതിട്ട ജില്ലയിലാണല്ലോ. അദ്ദേഹവുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹവും രാജു സാറുമായി ഒത്തുകൂടിയത്. ഈ ചിത്രത്തിൽ പോറ്റി സാറിനോടൊപ്പം നിൽക്കുന്നത്
CPMന്റെ മുൻ മന്ത്രി AK ബാലനും വൃന്ദ കാരാട്ടുമാണ്. വൃന്ദ കാരാട്ട് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ശ്രീമതി വൃന്ദ കാരാട്ട്. പ്രകാശ് കാരാട്ടിന്റെ ഭാര്യയാണ് വൃന്ദ കാരാട്ട്. ധനമന്ത്രി ബാലഗോപാൽ ഇടത്തെ അറ്റത്ത് നിൽക്കുന്നത് മുൻ വൈദ്യുതി മന്ത്രി MM മണിയാണ്. ഈ ചിത്രത്തിൽ നാം കാണുന്നത് പോറ്റിസാറും അന്തർജനവും ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിനോടൊപ്പം നിൽക്കുന്ന ചിത്രമാണ്. ഈ ചിത്രത്തിൽ പോറ്റിസാറിനോടൊപ്പം CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് MA ബേബിയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 101% ശരിയാണെന്ന് നമുക്ക് ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. പോറ്റിസാറിന് ബന്ധം CPMുമായിട്ടായിരുന്നു. 2013 കോൺഗ്രസുകാരുടെ ആരാധ്യ പുരുഷനായ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ് കാലത്താണ് ഇദ്ദേഹം ചാർജ് എടുത്തത്. ഇത് പോറ്റിയെ കേറ്റിയെ എന്ന് ചോദിച്ചപ്പോൾ പോറ്റിയെ ഉമ്മൻചാണ്ടി കേറ്റിയെ എന്നുകൂടി പാരഡി ഗാനത്തിൽ ചേർക്കേണ്ടതായിരുന്നു. എഴുതിയ ആളിന് കോപ്പിറൈറ്റ് ഉണ്ട്. എന്നാലും അത് പാടിയ കോൺഗ്രസുകാർ ഈ ഒരു പദം കൂടി, ഈ ഒരു വാക്കുകൂടി, ഈ ഒരു പേരുകൂടി അതിൽ ചേർക്കേണ്ടതായിരുന്നു. ഇത്ര മ്ലേച്ഛമായ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? നമ്മൾ സ്വയം നാറുകയല്ലേ? VD സതീശൻ സാറേ, സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്തിനാണ് കോൺഗ്രസ് പ്രവർത്തകരെ കുറിച്ച് ഇത്ര നാണം കെട്ട പാരഡി ഗാനങ്ങൾ ഏറ്റുപറയിപ്പിച്ചത്? പാരഡി ഗാനം ആർക്കും എഴുതാം. ഞാനും ധാരാളം നോവലുകൾ എഴുതിയിട്ടുണ്ട്, ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്, ഹാസ്യ കഥകൾ രചിച്ചിട്ടുണ്ട്. ഇത് പറയാൻ ഇത് രാഷ്ട്രീയ കഥയാകുമ്പോൾ ഇത് സ്വന്തം അണികളെ കൊണ്ട് ഈ പാരഡി ഗാനം നിങ്ങൾ പാടിച്ചത് അങ്ങേയറ്റം തെറ്റായിപ്പോയി എന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ പാരഡി ഗാനം ചൊല്ലിയവർ ഇന്ന് എവിടെയാണ്? എല്ലാവരും മൂകരായി നിശബ്ദരായി ഇരിക്കുകയല്ലേ? VD സതീശൻ സാറേ, നിങ്ങളുടെ പ്രസ്താവന കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. സ്വന്തം പല്ലിട കുത്തി മണപ്പിക്കുന്നത് പോലെ മലന്ന് കിടർന്ന് മുകളിലേക്ക് തുപ്പുന്നതും എന്തിനാണ് ഇത്ര വില കുറഞ്ഞ കാര്യങ്ങൾ പറയുന്നത്? താങ്കൾക്ക് അറിയില്ലായിരുന്നോ ഈ മനുഷ്യൻ കോൺഗ്രസുമായി ബന്ധമുള്ള ആളാണെന്ന്? അറിയില്ലായിരുന്നോ? അറിയാമായിരുന്നു. അപ്പോൾ എതിർകക്ഷിയെ ഏത് വിധേനയും താറടിക്കുക എന്ന ഉദ്ദേശത്തോടെ താങ്കൾ പ്രചരിപ്പിച്ച, താങ്കൾ പറഞ്ഞ ഈ വാചകം താങ്കൾക്ക് തന്നെ വിനയായി തീർന്നിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ നമസ്കാരം.